ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഗോപ്രോ ആക്ഷൻ ക്യാമറ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ പതിപ്പാണ് നമ്മളിന്ന് പൊളിച്ചു നോക്കുന്നത്. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആക്ഷൻ ക്യാമറയുടെ നമ്മൾ പൊളിക്കുമ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറമേ ഒരു പ്രത്യേകിച്ച് സ്ക്രൂകളോ ഒന്നും പുറമേ ഒന്നുമില്ല. എല്ലാം ഒരു ലോക്ക് സിസ്റ്റം ആണ് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് സ്ക്രൂ ഡ്രൈവറൊന്നും അതിൻ്റെ ഇടയിലൂടെ തിക്കി എടുക്കാം. ഇതിപ്പോൾ നമ്മൾ പുറമേ ഉള്ള ആ ഭാഗം തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്നത് ആ ലെൻസിൻ്റെ ഭാഗവും അതിൻ്റെ പുറമേയുള്ള, അതായത് കൺട്രോളിങ് സ്വിച്ച്, ആ സ്വിച്ചാണ് ഈ കാണുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ റൗണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെ പുറമേന്ന്, അതായത് ഒരു ചെറിയ തട്ടലോ മുട്ടലോ ലെൻസിലേക്ക് ആക്കാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കവറിങ് കൊടുത്തിരിക്കുന്നതാണ്. ആ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ അഴിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി ഇടുന്ന ഭാഗം, ഇത് നമുക്ക് ഇത് 4 സ്ക്രൂ ഉണ്ട് ഇഞ്ഞഴിക്കാനായിട്ട്. ആ 4 സ്ക്രൂ ഇപ്പോൾ അഴിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ലോക്ക് സിസ്റ്റമാണ്. അതിപ്പോൾ അഴിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ചില ഭാഗങ്ങൾ. എന്തായാലും ഒന്ന് നമുക്ക് തിക്കി എടുക്കാൻ നോക്കാം. ഇതാണ് ആ ക്യാമറയുടെ ഉൾഭാഗം. നമ്മളിപ്പോൾ തിക്കി എടുക്കുകയാണ്. ഇതുമ്പോൾ കാണുന്ന 4 സ്ക്രൂ ഉണ്ടായിരുന്നു, പക്ഷേ അതിലൊരെണ്ണം നമുക്ക് അഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കൂടുതൽ ഇത്തിരി ബലം പ്രയോഗിച്ച് തിക്കേണ്ടി വന്നു. എന്നാലും നമുക്ക് പൊട്ടാതെ പല ഭാഗങ്ങളും കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ക്യാമറയുടെ അകത്തുള്ള ഇതാണ് ഈ ക്യാമറയുടെ സ്പീക്കർ. ഇത് അതിൻ്റെ ലെൻസ് പുറമേ ഉള്ള ബോർഡ് ഭാഗമാണിത്. ലോക്കിംഗ് ആണ്, അത് സ്ലിപ്പ് വയർ ലോക്ക് ചെയ്യുന്നൊരു ടൈപ്പിലുള്ള ഒരു ഇതാണ്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ പുറമേ നിന്നൊന്നും കൂടി ഉള്ള ഭാഗം അഴിച്ചു മാറ്റാം. ഇതുമൊരു ചെറിയൊരു സ്ക്രൂ ഉണ്ട്, അതെന്തായാലും അഴിച്ചിട്ട് നമുക്ക് ആ ഭാഗം അഴിച്ചെടുക്കാം. ഇതാണ് 4K റെസൊല്യൂഷനിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഈ ആക്ഷൻ ക്യാമറയുടെ മെയിൻ ബോർഡ്. ഇതാണ് ആ ക്യാമറയുടെ USB ഒക്കെ കുത്തുന്ന ഭാഗം, ചാർജിങ് പോർട്ട്, USB കുത്തുന്ന ഭാഗം, പിന്നെ മെമ്മറി കാർഡ് ഇടുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ അതിൻ്റെ ആ ലെൻസാണ്. ഇതിപ്പോൾ നമുക്കൊന്ന് തിരിച്ചു നോക്കാം. ഇത് ചെറുതായിട്ട് തിരിയണുണ്ട്. അപ്പോൾ ഇത് പഴിഞ്ഞ് പോന്നിട്ടുണ്ട്. ഇത് ആ ലെൻസിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടോ, അതിൻ്റെ അകത്തൊരു ചിപ്പ് പോലത്തെ എന്തോ ഒരു സംഭവമാണ്, ഒരു തിളങ്ങുന്നൊരു ഭാഗം കണ്ടോ. ഇത് ആ ലെൻസിൻ്റെ പ്രൊസസ്സറാണ്, നമ്മൾ അഴിച്ചെടുത്ത ലെൻസാണത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ലെൻസിൻ്റെ ബാക്കി ഭാഗം കൂടി അഴിച്ചെടുക്കാനായിട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ ആ സ്ലിപ്പ് വയർ ലോക്കാണ്, അപ്പോൾ അത് ഒന്ന് അഴിച്ചെടുക്കട്ടെ. ഇതാണ് അതിൻ്റെ ലെൻസ്. നമ്മൾ പൂർണ്ണമായിട്ട് ഇപ്പോൾ ലെൻസിൻ്റെ ബാക്കി ഭാഗം കൂടി അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ആ കാണുന്നത് ലെൻസിൻ്റെ ഭാഗങ്ങൾ. കണ്ടോ, നല്ലൊരു അതിൻ്റെ അകത്ത് ആ ഒരു സാധനം തിളങ്ങുന്ന കണ്ട, അതാണ് ആ ലെൻസിൻ്റെ ചിപ്പ് എന്തോ ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇത് ലെൻസ് വെച്ചിരുന്ന ഭാഗമാണ് കേട്ടോ. മഞ്ഞ ഭാഗം കാണുന്നത് ലെൻസ് വെച്ചിരുന്നതാണ്. അതിൻ്റെ സ്ലിപ്പ് വയർ ഇരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെൻസ് നമ്മൾ അഴിച്ചല്ലോ, അതിൻ്റെ ആ ബാക്കി ഭാഗം, ലെൻസിൻ്റെ അകത്തെന്തെല്ലാം ബാക്കി കാര്യങ്ങളുണ്ട് എന്നുള്ളതും കൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ലെൻസിൻ്റെ ആദ്യത്തെ ഭാഗം അഴിച്ച മാതിരി തന്നെ തിരിച്ച് പോരുന്നൊരു ഇതാണ്. അപ്പോൾ ആ റൗണ്ട് നമ്മൾ ഊരിയെടുത്തു. അതിൻ്റെ അകത്ത് ഇതൊരു സോഡ ഗ്ലാസ് മാതിരി പോലത്തെ ലെൻസിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയും എൻ്റെ അകത്ത് ആ റൗണ്ടിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൻ്റെ ആ ലെൻസ് ബാക്കി ഭാഗം പിടിച്ചേക്കുന്നതാണ് കാണുന്നത്. അതിൻ്റെ അകത്തേക്ക് കൂടി ഇത്രത്തോളം പവറിലാണ് അത് ഇത് ചെയ്യണമെന്നുള്ളത്. ഇത് ആ ലെൻസിൻ്റെ ബാക്കി ഭാഗമാണ്. ഇതൊരു റൗണ്ടുണ്ട്, അത് പയ്യനെ നമുക്ക് ഇത് ഊരിയെടുക്കാം. ഇനിയും അതിൻ്റെ അകത്ത് കാണുന്ന ഒരു ലെൻസിൻ്റെ ഒരു ചില്ല് ഭാഗം കാണുന്നുണ്ട്. ഒരു കനം കുറഞ്ഞൊരു ചില്ലാണത്. ഇത് കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു വലിയ ഗ്ലാസ്, ഒരു സോഡ ഗ്ലാസ് മാതിരി പോലത്തെ ഒരു ഗ്ലാസ്സാണ് കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞൊരു ചെറിയൊരു വാഷാണ്.
കണ്ടോ, അത് കഴിഞ്ഞപ്പോഴും പിന്നെയും ആ ലെങ്സിൻ്റെ അകത്തൊരു സോഡ ഗ്ലാസ് മാതിരിയിലത്തെ ഒരു ഇതാണ് കാണുന്നത്. ഇത്രയാണ് അതിൻ്റെ അകത്തോട്ട് കാണുന്നത്. പിന്നെ കാണുന്നത് കണ്ടോ, അതിൻ്റെ ഒരു ചെറിയൊരു ഹോളാണ്. ആ ഹോളിൽ കൂടിയാണ് ഈ ലെങ്സിൻ്റെ ആ ഒരു ഇത് കാണുന്നത്. കണ്ടോ, ഇതെൻ്റെ പുറം വശമാണ്. ഇത്രയും ഭാഗങ്ങളാണ് ആ ലെങ്സിൻ്റെ അകത്തുനിന്ന്, ലെങ്സ് നമ്മൾ ഉരുമാറ്റിയിട്ടുള്ള ലെങ്സിൻ്റെ അകത്തുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഈ കാണുന്നത് അതിൻ്റെ ആ കൺട്രോളിങ് സ്വിച്ചാണ് കേട്ടോ, രണ്ടെണ്ണം. അത് മേപ്പോട്ടും കീഴ്പോട്ടും നീക്കുന്നതിന് വേണ്ടിയുള്ളൊരു കൺട്രോളിങ് സ്വിച്ചാണത്. ഇതിപ്പോൾ നമുക്ക് ഇനി എന്നുള്ളത് എന്ന് പറയാനായിട്ട് LED ഡിസ്പ്ലേ ആണ് അഴിച്ചെടുക്കാനുള്ളത്. അപ്പോൾ അതും കൂടി നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം എന്താണെന്ന്. ഇതതിൻ്റെ പുറമേയുള്ള ആ ഗ്ലാസ്സാണ് അഴിച്ചെടുക്കുന്നത്. ചെറിയൊരു എന്തോ ഒരു പൂപ്പൽ മാതിരി എന്തോ ഒരു ഇത് കാണുന്നുണ്ടാകുമ്പോൾ എന്തായാലും നമുക്കതൊന്ന് തുടച്ച് നോക്കാം, ക്ലിയർ ആവോ ഇല്ല എന്നുള്ളതൊന്ന് തുടച്ച് നോക്കാം. അതെ, കൈകൊണ്ട് ഒന്ന് ചെറുതായിട്ട് തൂത്തപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇത് പോകുന്നുണ്ട്. അപ്പോൾ ഞാനത് തുണി വെച്ചൊന്ന് തുടച്ച് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാതെ ഭംഗി നല്ലൊരു ക്ലിയറായിട്ട് കാണുന്നില്ലേ, ഉണ്ടോ? അതാണ് അതിൻ്റെ LED ഡിസ്പ്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതും എന്താണ് ഇത് ഇതിൻ്റെ അകത്ത് എന്തെല്ലാമാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ ഡിസ്പ്ലേയുടെ ഉള്ളിൽ കാണുന്നത് ആദ്യത്തെ ഒരു ചില്ലിൻ്റെ ഒരു ഭാഗമായിരുന്നു. അത് നമ്മൾ അടത്തി മാറ്റി അത് കഴിഞ്ഞൊരു ഷീറ്റ്, ചെറിയ കനം കുറഞ്ഞൊരു ഷീറ്റാണ് കാണുന്നത്. ഇതിൻ്റെ അകത്തും 1-2 ഷീറ്റുകളുള്ള പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. എന്നാലും നമുക്ക് ഗ്ലാസിൻ്റെ നമ്മന്ന് ഒരു സ്റ്റിക്കർ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പൊളിച്ച് മാറ്റിയിട്ട് ബാക്കി നോക്കാം എന്താണെന്നുള്ളത്. അതുണ്ടോ, ഈ സ്റ്റിക്കർ നേരിയ കനത്തിലുള്ളൊരു സ്റ്റിക്കറാണത്. എന്നാൽ നല്ല പശയുള്ളതുമാണ്. അതാണ് ഈ ഗ്ലാസ്സുമ്മ ഒട്ടിച്ചിരിക്കുന്നത്. ഇതിൽ കണ്ടോ, ഒരു നേരിയ സ്റ്റിക്കറാണത്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ അടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ, 1-2 ചെറിയ പേപ്പർ പോലെയുള്ള സാധനങ്ങളാണ് കേട്ടോ. ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ തന്നെ ഒരു ഇതുള്ള ഷീറ്റുകളാണ്. 1, 2, 3, 4, 5 അതിൻ്റെ കവർ ഭാഗമാണ്. അപ്പോൾ ഏകദേശം ഒരു 4 ഷീറ്റും അതിൻ്റെ പുറമെ ഒരു സ്റ്റിക്കർ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ, അത്രയും സാധനങ്ങളാണ് ആ LED പ്ലേറ്റ് നമ്മൾ പൊടിച്ചപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഇതുമ്മ ഉള്ളത് ഒരു ഷീറ്റുമ്മ ഒരു 3 LED കണ്ട, ഇതൊരു LED ആണ് കാണുന്നത്. 3 LED ഉണ്ട് അതെന്ന്. ഇതാണ് LED ഡിസ്പ്ലേയുടെ ഇത് മേലുള്ള പ്രകാശം നൽകുന്നത് സാധനം. LED ആണത്. ഇതിപ്പോൾ ഉരിച്ചെടുക്കാവുന്നൊരു ചെറിയൊരു ഇതാണ്. അപ്പോൾ നമുക്ക് ഉരിച്ച് മാറ്റാം എന്തായാലും. ഇത്രയൊക്കെ എന്തായാലും പൊളിച്ച സ്ഥിതിക്ക് അതും നമുക്ക് ഉരിയെടുക്കുന്നതാണല്ലോ നല്ലത്. ഇതാണ് അതിൻ്റെ LED ഡിസ്പ്ലേ അല്ല, LED. അപ്പോൾ ഇതാണ് നമ്മൾ ആ GoPro ആക്ഷൻ ക്യാമറ, 4K റെസൊല്യൂഷനിൽ റെക്കോർഡിങ് ചെയ്യപ്പെടുന്ന ആ ക്യാമറയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇത് ഏകദേശം ഒരു 10,000 താഴെ വില വരുന്നുണ്ട്. ഇത് നമുക്ക് അഴിച്ചതിൻ്റെ ഉൾഭാഗം എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ എന്താണെന്നൊരു ഇതുകൊണ്ട് ആഗ്രഹം കൊണ്ടാണ് ഇത് ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ അഴിച്ചത്. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തൊക്കെ ഉള്ളത്. ഇതിലിപ്പോൾ നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്സിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല, മൊത്തം നമ്മൾ അത് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് GoPro ക്യാമറയുടെ ഉൾഭാഗത്തുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോയുമായി പിന്നെ കാണാം. നിങ്ങൾ 2-3 വിരൽ കൊണ്ട് പിടിക്കുന്ന ഒരു ആക്ഷൻ ക്യാമറയാണ് എൻ്റെ ഈ ഉള്ളം കയ്യിൽ ഇത്രയും ഇരിക്കുന്നത്. ഇത് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്കറിയില്ല, പേരുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാലും അറിയില്ല. നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോയുമായി പിന്നെ കാണാം.